പോകുന്നു. എൻ ശ്രീകുമാർ, ഇതിൽ രാഷ്ട്രീയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്നാണ് സജീവൻ പറഞ്ഞത്. കാരണം ഇതിൽ ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലും നാളെ ഡൽഹിയിൽ ആർ കെ പുരത്തുമൊക്കെ ബദൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 22-ാം തീയതി കേരളത്തിലും നാളെ ദില്ലിയിലും. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിലെടുത്ത നിലപാട് യഥാർത്ഥത്തിൽ പോണോ പോണ്ടയോ, മൊത്തത്തിലൊരു ആശയക്കുഴപ്പമാണോ യഥാർത്ഥത്തിലുള്ളത്? ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബരിമല വികസന പദ്ധതിയിൽ ഈ കോൺഗ്രസിന് താല്പര്യമില്ല എന്ന നിലപാടെടുക്കേണ്ടി വരും. NSSും SNDPയും പോയ പരിപാടി കോൺഗ്രസ് ബഹിഷ്കരിച്ചു എന്ന രാഷ്ട്രീയ വിവാദമുണ്ടാവും. അതൊഴിവാക്കാൻ വേണ്ടി പോകുന്നവർക്ക് പോകാം, ഞങ്ങളെന്തായാലും ഇപ്പോൾ പോകുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാക്കുമോ ശ്രീകുമാർ? നോക്കൂ, ഒരു അർത്ഥശൂന്യമായ ഒരു പരിപാടിക്ക് കോൺഗ്രസ് എന്തിനു പോകണമെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ശ്രീ സജീവൻ തന്നെ പറഞ്ഞല്ലോ അതിൻ്റെ ഗുണഫലം 2019 കിട്ടിയത് കോൺഗ്രസിനാണെന്ന്. അപ്പോൾ ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസ് ഏത് കാലത്താണ് വിശ്വാസി സംഗമം നടത്തിയിട്ടുള്ളത്? AKG ശബരിമലയിൽ അയ്യപ്പന്മാർ മാലയിട്ട് പാർട്ടി പ്രവർത്തകർ പോകുന്നതിനെതിരെ ഒരു ഘട്ടത്തിൽ നിരാഹാരം നടത്തിയിട്ടുണ്ടെന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പണ്ട് പറഞ്ഞാരാന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് AKG. അപ്പോൾ അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാം. പക്ഷേ കോൺഗ്രസ് എന്നൊരു മതേതര പ്രസ്ഥാനമാണ്. ഇവരിന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഞാൻ ചോദിക്കാൻ കാരണം, സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്ന് ജൂലൈയിൽ പറഞ്ഞവരെ ഈ സെപ്റ്റംബർ ആയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അയ്യപ്പ സംഗമമാക്കി മാറ്റിയല്ലോ, ഭക്തർ പോയല്ലോ. അപ്പോൾ അയ്യപ്പ എന്ന് പറയുന്നതിലത്തെ രാഷ്ട്രീയ നേട്ടം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. പിന്നെ സജീവൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ മതേതര പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കഴിഞ്ഞ ഉടനെ LDF അല്ല CPM ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ BJPക്ക് അതിന് ബദൽ സംഘടിപ്പിക്കണം. അവരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ വകുപ്പുകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ സെമിനാർ. ആയിക്കോട്ടെ, അത് അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടാണല്ലോ. കാരണം ഒരു വിശ്വാസം ഹിന്ദുക്കളുടെ ഒരു സംഗമം നടത്തിക്കഴിഞ്ഞാൽ അയ്യപ്പനാണെങ്കിലും വാവരാണെങ്കിലും അതുപോലെ മാളികപ്പുറത്തമ്മയാണെങ്കിലും അതൊന്നും അയ്യപ്പൻ്റെ ഈ പോസ്റ്ററിലൊന്നും ഇല്ല കേട്ടോ. പോസ്റ്ററിലുള്ളത് രാഷ്ട്രീയ നേതാക്കളാണ്. അതൊക്കെ നടത്തി കഴിയുമ്പോൾ ഒരു സംശയം വരണമെന്ന് വെച്ചിട്ടാണ് ന്യൂനപക്ഷം. അത് ന്യൂനപക്ഷത്തിന് മനസ്സിലായതിൻ്റെ ഒരു ഉദാഹരണം മറ്റേ പാമ്പാനി പിതാവായിട്ട് പ്രതികരണം വേറെ ചർച്ചാ വിഷയമാണ്. ഇവിടെ നോക്കൂ, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പന്റെ ചിത്രമില്ലാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ തുടക്കത്തിലും ആ കാര്യം സൂചിപ്പിച്ചതുകൊണ്ടാണ് പറയാനൊരു അല്ല, ഈ ബാക്ക്ഡ്രോപ്പിലെ ചിത്രമാണെന്ന് തോന്നുന്നു ജനീഷ്. ഞാനത് നേരിട്ട് കണ്ടില്ല. ഞാനിതിങ്ങനെ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നതേ കേട്ടു. ആ സ്റ്റേജിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന ബാക്ക്ഡ്രോപ്പിൽ അയ്യപ്പനില്ല എന്നാണ് ഇവർ പറയുന്നത്. അയ്യപ്പന്റെ ചിത്രമുണ്ട്. ഇവിടെ സംഘപരിവാറിന്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ചില കാർഡുകൾ പ്രചരിപ്പിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന മുഖ്യവേദിയുടെ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പിൽ അയ്യപ്പന്റെ ഫോട്ടോ ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അവിടെ എവിടെയാണ് അയ്യപ്പന്റെ ചിത്രം, അവിടെ ഏത് പ്രാധാന്യത്തിലാണ് വയ്ക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യം. നിങ്ങളുടെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടല്ലോ. അപ്പൊ ശ്രീകുമാർ, അതൊരു അബദ്ധമായിരിക്കും അങ്ങനെ പറഞ്ഞാൽ. കാരണം അവിടെ ചിത്രത്തിനേക്കാളും അപ്പുറം ഒരു വലിയ രീതിയിലുള്ള വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴേ അതിനകത്തൊരു ടേക്ക് എടുക്കണ്ട. നാളെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ കണ്ട ചിത്രത്തിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയേ ഉള്ളൂ. അയ്യപ്പന്റെ ഒരു മുദ്ര പോലെ അവിടെ ഉണ്ട്. അത് സൂക്ഷിച്ചു നോക്കണം. നമ്മളൊരു മുദ്രയുണ്ട്, ഇല്ലെന്ന് പറയണില്ല. എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ചിത്രമാണോ താങ്കൾ കണ്ടത്? അല്ല, നമ്മളിപ്പോ സ്ക്രീനിൽ ചിത്രം മിക്കവാറും അവിടെ ശില്പങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ ചിത്രമില്ലാണ്ട് അവർ രണ്ടാമത് മാറ്റി ബോർഡ് വെച്ചതൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വാർത്ത വന്നല്ലോ, നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടെന്ന് തോന്നുന്നു. മറ്റേ പ്രശാന്തിന്റെ ചിത്രം ഇല്ലാന്നിട്ട് അവസാനം കൂട്ടിച്ചേർത്തൊക്കെ അതൊരു തർക്ക വിഷയം ഞാൻ ആക്കുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. ജിനീഷ് കുമാർ പറഞ്ഞെങ്കിൽ നാളെ വരട്ടെ. അത് നല്ലതോ ചീത്തയോ ഒക്കെ വേറെ വിഷയം. കാരണം ഇത് കമ്മ്യൂണിസ്റ്റുമായിട്ട് നടത്തുന്ന ഒരു സംഘമാണ്. ഇതിൽ 3500 പേര് നാളെ വരുന്നുണ്ടല്ലോ.
ഇവർക്ക് ഒന്നുകിൽ ഇവരെ ഇതിൻ്റെ മറവിൽ രക്ഷപ്പെടും. എങ്ങനെ? 3500 പേര് അവിടെ സംഗമിച്ചിട്ട് ഇന്ന നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെറ്റുതിരുത്തുന്നു എന്നിവർ പറയുമോ എന്ന് നമുക്കറിയില്ല. സൂത്രപ്പണി അത് പറയുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭക്തരുടെ മാത്രം വിഷയമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ മാസ്റ്റർ പ്ലാനിൻ്റെ വിഷയമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 9 വർഷത്തെ ഗവൺമെൻറ് ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ എന്തൊരു കൊണ്ടുവരുന്നു എന്നുള്ള വിഷയമുണ്ട്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഈ ഗവൺമെൻറ് മുൻകാലങ്ങളിൽ ശബരിമലയിൽ സ്വീകരിച്ച നിലപാടും ഇതെല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വിശ്വാസ്യത ഇല്ലാതെ. കാരണം ഇവർ പറഞ്ഞ ആഗോള അയ്യപ്പ സംഘം എന്ന ഈ ആഗോളീകരണം എന്നുള്ളത് ഇവരുടെ ഈ എല്ലാ പരിപാടിയിലും ഉണ്ടെന്ന് മാത്രമല്ല, ഒരു പരിപാടി ലോക കേരള സഭയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പരിപാടിയും നടപ്പാക്കില്ല. അപ്പോൾ ഭക്തരുടെ പേരിൽ നടത്തുമ്പോൾ ഉണ്ടാവുന്ന വിശ്വാസ്യതയില്ല ഭക്തർക്ക്. ഇത് ജനങ്ങൾ ചർച്ച വിശ്വാസതയില്ലെന്നാണോ ഈ പറയുന്നത്? അല്ല, അവിടെ വരുന്നത് ആരാന്ന് വന്ന ശേഷമല്ലേ അറിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ശബരിമല പോയവരാണ്. വെർച്വൽ ക്യൂവിലുള്ള പേരുകൾ തിരഞ്ഞെടുത്താണ് ഇവരിൽ പലരെയും ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. തുടർച്ചയായിട്ട് ശബരിമല വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ യഥാർത്ഥ ഭക്തരൊക്കെ തന്നെ ആയിരിക്കില്ലേ? നോക്കൂ ഞാൻ അല്ല, തീർച്ചയായിട്ടും ശബരിമലയുമായിട്ട് ദൈവവുമായിട്ട് വിശ്വാസമുള്ളവരൊക്കെ തന്നെയായിരിക്കും പോകാൻ. ഞാൻ അവരെയൊന്നും കുറ്റം പറയണില്ല. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഇത് അവർ ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകളെ കൃത്യമായ ഉത്തരം പറയാത്തത് എന്തിനാണ് സംഗമം നിൽക്കുന്നത്? പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണോ? പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണോ? പ്രതിപക്ഷം സഹകരിക്കുകയാണോ? എന്താ സംഭവം യഥാർത്ഥത്തിൽ? പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താ ഈ വിഷയത്തിൽ? അല്ല, ഇത് ഗവൺമെന്റ് നവകേരള സദസ്സ് നടത്തിയ പോലെ, ലോക കേരള സമ്മേളനം നടത്തിയ പോലെ ഇതങ്ങ് നടന്നു പോകും. ഇതിൽ പ്രതിപക്ഷം പങ്കെടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് പറയാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല. കാരണം എന്താ അറിയോ, ഇവരുടെ ഈ നടപടിയിൽ ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കുന്നതല്ല. ഇത് ഇവർക്ക് 3500 പേരുടെ മറവിൽ ഇവരുടെ എന്തെങ്കിലും തെറ്റ്. Debate with Dr. Arun Kumar.